നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ദ്രാവിഡ കക്ഷികളുടെ ആധിപത്യം അതിന് അറുതി കുറിച്ചിരിക്കുകയാണ് വിജയ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിനുമുണ്ട്. ഇനി ഉദയനിധി സ്റ്റാലിൻ വിജയ് നേർക്കുനേർ പോരാട്ടം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് വിജയ് എന്ന നടൻ ഒരു മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ചെറിയ പദമല്ലല്ലോ, വലിയൊരു പദം തന്നെയാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് തമിഴർ മാത്രമല്ല മലയാളികളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹം അധികാരമേറ്റു. ചരിത്രപരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയ്ക്കൊപ്പം 9 TV നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിമാരായി ചുമതലയേറ്റത്. ഒരു മുൻ IRS ഉദ്യോഗസ്ഥനുണ്ട്, ഡോക്ടർമാരുണ്ട്, സിനിമാ താരങ്ങളുണ്ട്. വൈവിധ്യമാർന്ന ഒരു സംഘവുമായിട്ടാണ് തമിഴ്നാട്ടിലെ നിയമസഭയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭരിക്കാൻ അദ്ദേഹം ഇറക്കിയിരിക്കുന്നത് വൈവിധ്യമാർന്ന വ്യക്തികളെയാണ്. എന്തായാലും വിജയ് ഭരണത്തിനായി തിരഞ്ഞെടുത്ത പ്രമുഖർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ് കീർത്തന, 29 വയസ്സുകാരിയാണ് എസ് കീർത്തന. ശിവകാശിയിൽ നിന്നുള്ള MLA ആണ് എസ് കീർത്തന. നടി കൂടിയാണ് കീർത്തന. വിജയ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയാണ്. ഡോക്ടർ KG അരുൺരാജ്, തമിഴ്നാട് കേഡറിലെ മുൻ IRS ഉദ്യോഗസ്ഥനും ഡോക്ടറുമായ ഇദ്ദേഹം തിരുച്ചെങ്കോട് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. പാർട്ടിയുടെ നയരൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. N ആനന്ദ്, വിജയ് ഫാൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇദ്ദേഹം ചെന്നൈയിലെ T നഗറിൽ നിന്നാണ് ജയിച്ചത്. വിജയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളാണ് ആനന്ദ്. ആദവ് അർജുന, മുൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരമാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. വില്ലിവാക്ക മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. DMKയുടെ മുൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ മരുമകൻ കൂടിയാണ് ആദവ് അർജുന. KA സെങ്കോട്ടയ്യൻ, 5 പതിറ്റാണ്ടുകാലം AIDMKയിൽ പ്രവർത്തിച്ചിരുന്ന മുതിർന്ന നേതാവായ ഇദ്ദേഹം കഴിഞ്ഞ വർഷമാണ് വിജയ്ക്കൊപ്പം പാർട്ടിയിൽ ചേർന്നത്. P വെങ്കടരമണൻ, വിജയുടെ ദീർഘകാല മാനേജറാണ്, അഭിഭാഷകനാണ്. മൈലാപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. പാർട്ടിയുടെ ട്രഷറർ കൂടിയാണ്. നടനും പ്രഭാഷകനുമായ രാജ്മോഹൻ അറുമുഖം, ദന്ത ഡോക്ടറായ ഡോക്ടർ TK പ്രഭു, പാർട്ടിയുടെ IT വിഭാഗം മേധാവി നിർമ്മൽ കുമാർ എന്നിവരും പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നു. കോൺഗ്രസിന് നിലവിൽ മന്ത്രിസ്ഥാനമില്ല. പുതിയ മന്ത്രിസഭയിൽ ആദ്യ പട്ടികയിലുള്ള എല്ലാവരും തമിഴക വെട്രിക്കഴകം അംഗങ്ങളാണ്. TVK പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ ആരും ആദ്യഘട്ടത്തിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പ്രൊഫഷണലുകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകുന്നതിലൂടെ തമിഴ്നാട് ഭരണത്തിൽ വലിയൊരു മാറ്റമാണ് വിജയ് ലക്ഷ്യമിടുന്നത്. ഈ മാറ്റം എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ തന്നെ പോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാഷ്ട്രീയമാണ്, എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. അതേസമയം വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. 2 നിന്ന് അദ്ദേഹം ജനവിധി നേടിയിരുന്നു. 2 അദ്ദേഹം ജയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്ന് വിജയ് രാജിവെച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. അതിനാൽ തന്നെ ഒരിടത്ത് രാജിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്നും രാജിവെച്ചത്. തുടർന്ന് വിജയ് പെരുമ്പൂർ നിലനിർത്തി തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് രാജിവെക്കുകയായിരുന്നു. മന്ത്രി സെങ്കോട്ടയ്യന് രാജി സമർപ്പിച്ചു. ഈ മണ്ഡലത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVKയുടെ സർക്കാർ രൂപീകരിച്ചത്. ആദ്യമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയായിരുന്നു. 108 സീറ്റ് നേടിയ TVKയ്ക്ക് കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, VCK എന്നീ പാർട്ടികളുടെ പിന്തുണയിലാണ് അധികാരത്തിലേറിയത്. 59 വർഷത്തിന് ശേഷമാണ് ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാത്ത ഒരു സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമ്മൾ മറ്റൊരു വാർത്ത കൂടി നോക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തമിഴർ മാത്രമല്ല മലയാളികളും തമിഴ്നാട്ടിലേക്ക് ഉറ്റുനോക്കുകയാണ്. വിജയെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികൾ അദ്ദേഹത്തിൻ്റെ വിജയമൊക്കെ ആഘോഷിക്കുന്നുണ്ട്, ആ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളികളുടെ കൂടി പ്രിയങ്കരനായ വിജയ്ക്കൊപ്പം ഒരു മലയാളി കൂടിയുണ്ട്. ആരാണെന്നല്ലേ നമുക്ക് നോക്കാം വിശദമായി ആ ഒരു റിപ്പോർട്ട് കൂടി. വിജയ്ക്കൊപ്പമുള്ള ഒരു മലയാളി, വിജയിൻ്റെ വലത്തും ഇടത്തും 3ാം കണ്ണായി ഒപ്പമുള്ളവരിൽ ഒരു മലയാളി കൂടിയുണ്ട്. മാഹി സ്വദേശിയും താരത്തിൻ്റെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാരനുമായ നയീം മൂസ. ജോലിക്കായി വർഷങ്ങൾക്ക് മുൻപ് ദുബായിലെത്തിയ നയീം മൂസ ബോഡി ബിൽഡറായി ഇപ്പോൾ ഇതാ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡായി നിൽക്കുകയാണ്. താരങ്ങളുടെ സുരക്ഷാ ജോലിയിലേക്ക് കടന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജെൻഡർ സെക്യൂരിറ്റി എന്ന പേരിൽ ഒരു സ്ഥാപനവും അദ്ദേഹം നടത്തുന്നുണ്ട്. ദുബായിലെത്തിയ ഷാറുഖ് ഖാൻ, ജസ്റ്റിൻ ബീബർ, ടോം ക്രൂസ് തുടങ്ങിയ ഒട്ടേറെ പേർക്ക് ജെൻഡർ സെക്യൂരിറ്റിയാണ് സുരക്ഷ ഒരുക്കിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ വേദിയിലും വിജയിനൊപ്പം ഉണ്ടായിരുന്ന നയീം സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സുരക്ഷാ സംഘത്തിൽ നയീം തുടരുമോ എന്ന ചോദ്യം
ചോദ്യമാണ് ഇനി ബാക്കിയാകുന്നത്. അത്തരത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. സിനിമാ നടനിൽ നിന്നും മുഖ്യമന്ത്രിയായുള്ള വിജയുടെ വളർച്ചയിൽ നിഴൽ പോലെ ഒപ്പം നിന്ന മലയാളിയാണ് അദ്ദേഹം. വിജയുടെ പേഴ്സണൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജനക്കൂട്ടത്തിനിടയിൽ വിജയെ അതീവ ജാഗ്രതയോടെ സംരക്ഷിക്കുന്ന നയീമിന്റെ ദൃശ്യങ്ങൾ അന്ന് വൈറലായതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ആരാധകർ വിജയ്ക്ക് നേരെ വലിയ ആഘോഷത്തോടെ ആവേശത്തോടെ പൂമാലകൾ വലിച്ചെറിയാറുണ്ട്. അത്തരത്തിൽ ഒരു പൂക്കൾ വലിച്ചെറിയാറുണ്ട്. ആ പൂമാലകൾ പിടിച്ചെടുത്തും താരത്തെ വേദിയിലേക്ക് അനുഗമിച്ചും അദ്ദേഹത്തിന്റെ വാഹനത്തിന് സമീപം നിഴൽ പോലെ നിന്നുമൊക്കെ നയീം ശ്രദ്ധേയനാവുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു മലയാളി കൂടിയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കന്യാകുമാരിയിലെ പ്രചരണ റാലിക്കിടെ വിജയ് സൈക്കിളുമായി കറങ്ങിയപ്പോൾ താരത്തിന് സുരക്ഷയൊരുക്കുന്നതിലും നയീം മൂസ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മുൻപ് താരം പങ്കെടുത്ത പൊതുപരിപാടികളിലും ഷൂട്ടിംഗ് സെറ്റുകളിലുമെല്ലാം ബോഡി ഗാർഡായി നയീം മൂസ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ 3 ലക്ഷത്തിൽ മുകളിൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് നയീം മൂസ. എന്തായാലും വിജയെ സ്നേഹിക്കുന്നവർക്ക്, വിജയെ നെഞ്ചിലെത്തുന്ന മലയാളികൾക്ക് ഇരട്ടി മധുരമാണ്. അദ്ദേഹത്തിനൊപ്പം ഒരു മലയാളി ഉണ്ട് എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജോലി തേടി ദുബായിലേക്ക് എത്തിയതായിരുന്നു നയീം മൂസ. ബോഡി ബിൽഡിങ്ങിനോടും സുരക്ഷാ രംഗത്തോടും വലിയ താല്പര്യമുണ്ടായി. പിന്നീട് അതൊരു കരിയറാക്കി. 2004 ജെൻഡർ സെക്യൂരിറ്റി സുരക്ഷാ ഏജൻസി തുടക്കമായി. ദുബായ് ആസ്ഥാനമായി തുടങ്ങിയ സ്ഥാപനം പിന്നീട് ഇന്ത്യയിലെങ്ങും വ്യാപിക്കുകയുണ്ടായി. ഈ മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ നയീം അത്തരത്തിൽ ആ ഒരു മേഖലയിലേക്ക് തിരിയുകയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാം. ഗൾഫിൽ എത്തുന്ന പല സെലിബ്രിറ്റികളുടെ സുരക്ഷാ ചുമതല ഇപ്പോൾ ജെൻഡർ സെക്യൂരിറ്റിയാണ് നോക്കുന്നത്. ജസ്റ്റിൻ ബീബർ, ടോം ക്രൂസ്, ഫോർമുല 1 മുൻ ചാമ്പ്യൻ മൈക്കൽ ഷൂമാക്കർ, ഷാരൂഖ് ഖാൻ, ശിവകാർത്തികേയൻ തുടങ്ങിയ ഒട്ടേറെ സെലിബ്രിറ്റികളുടെ സുരക്ഷയ്ക്ക് നയീമും സംഘവും മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. ദുബായിൽ തന്നെയാണ് നയീം സ്ഥിരതാമസമെങ്കിലും വിജയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ അദ്ദേഹം ചെന്നൈയിൽ എത്താറുണ്ട്. എന്തായാലും നയീം മൂസ എന്ന മലയാളി വിജയ്ക്കൊപ്പമുണ്ട് എന്നത് മലയാളികൾക്കും വലിയൊരു ആവേശമാവുകയാണ്. അതേസമയം തമിഴ്നാട് നിയമസഭാംഗമായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോം ടൈം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഉദയനിധി സ്റ്റാലിനും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷ നേതാവാണ്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. MK സ്റ്റാലിൻ അടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവെന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് സിനിമ അഭ്രപാളിയിൽ നമ്മൾ കണ്ട കൂട്ടരാണ് വിജയും ഉദയനിധി സ്റ്റാലിനും ഒക്കെ. ഇനി അവർ രണ്ടുപേരും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്കിനി കാണേണ്ടി വരും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ വലിയൊരു ശ്രദ്ധേയ കേന്ദ്രമായി മാറുകയാണ്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം എപ്പോഴും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. MGR, കരുണാനിധി, ജയലളിത അടക്കിവാണ ആ മണ്ണ്. അവിടേക്ക് വീണ്ടും തമിഴ്നാട് ഭരിക്കാൻ വിജയ് എന്ന സിനിമയിൽ നിന്നുള്ള വലിയൊരു താരം എത്തിയിരിക്കുകയാണ്. 30 വർഷത്തെ സിനിമാ ജീവിതത്തിൽ വിജയ് കെട്ടിപ്പടുത്ത അഴിമതിക്കെതിരെ പോരാടുന്ന സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏറെ ഗുണകരമായിട്ടുണ്ട്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാവൽക്കാരൻ എന്ന ഒരു ഇമേജ് കൂടി താരത്തിനുണ്ട്. അത് വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 85,000 ഫാൻ ക്ലബ്ബുകൾ കേവലം ആരാധക കൂട്ടായ്മകൾ മാത്രമല്ല, മറിച്ച് ഒരു മെഷീനറി കൂടിയാണ്. ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഫാൻസ് ക്ലബ്ബുകളിലൂടെ ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഇനി ഭരണപരിചയമില്ല എന്നൊരു കടമ്പ വിജയ്ക്ക് മുന്നിലുണ്ട്. പക്ഷേ ജനങ്ങളൊക്കെ വലിയ ആത്മവിശ്വാസം വിജയുടെ മേൽ പുലർത്തുന്നുണ്ട്. DMK അധികാരത്തിൽ വരുമ്പോൾ അവർക്കും ഭരണപരിചയം കുറവായിരുന്നു എന്നാണ് ആ വോട്ടർമാരടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപരിചയമില്ലെങ്കിലും നല്ല രീതിയിൽ ഭരിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് വോട്ടർമാർക്കും ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ദ്രാവിഡ കക്ഷികളുടെ ആധിപത്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയായിരുന്നു. ചരിത്രപരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയ്ക്കൊപ്പം 9 TVK നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിമാരായി ചുമതലയേറ്റത്. ഒരു മുൻ IRS ഉദ്യോഗസ്ഥൻ, ഡോക്ടർമാർ, സിനിമാ താരങ്ങൾ എന്നിവരടങ്ങുന്ന വൈവിധ്യമാർന്ന ഒരു സംഘത്തെയാണ് ഭരണത്തിനായി വിജയ് തിരഞ്ഞെടുത്തത്. എന്തായാലും വിജയുടെ ഭരണം എങ്ങനെയാണ് എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരെല്ലാം കണ്ണുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ്. വിജയെ ആരാധിക്കുന്ന, വിജയെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരെല്ലാം ഇപ്പോൾ വിജയ് എന്ന നടനിലുപരി വിജയ് എന്ന മുഖ്യമന്ത്രിയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ വിജയ്ക്ക് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഉണ്ടാകും. അതിനെയൊക്കെ, ആ കടമകളെയും ആരോപണങ്ങളെയും ഒക്കെ എങ്ങനെയാണ് വിജയ് അതിജീവിക്കാൻ പോകുന്നത് എന്നൊന്നും ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആദ്യ വിവാദത്തിന് തുടക്കമായി. വന്ദേ മാതരം
മാതരം പാടുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതും അനുകൂലിച്ചുകൊണ്ടാണ് വിജയ് ഒരു മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്ക് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായി നിൽക്കുകയാണ്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.